ഹലോ, വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. വാട്ട് ഈസ് ഹാബിറ്റ്? നമ്മളിന്ന് ഹാബിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഹാബിറ്റ്? നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ആലോചിക്കാതെ ദിവസേന ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഹാബിറ്റ്. അതായത് നാം ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന കാര്യങ്ങൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നത്, ചായ കുടിക്കുന്നത്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങി നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ. ഇവയാണ് നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വളരെയധികം എഫേർട്ട് കുറവാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ആലോചിക്കുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബ്രെയിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരുപാട് ആലോചിക്കുന്നതിന് ടൈമില്ല. അതുകൊണ്ട് നാം സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ ബ്രെയിൻ ഡീഫോൾട്ട് സെറ്റിംഗ് ആയി മാറ്റും. ഇതാണ് ഹാബിറ്റായിട്ട് മാറുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. അതിൽ ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും ഉണ്ട്. ടെൽ മീ യുവർ ഹാബിറ്റ്, ഐ വിൽ ടെൽ യുവർ ഫ്യൂച്ചർ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ശീലങ്ങളുടെ ക്വാളിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. നമ്മൾ ദിവസവും ചെയ്യുന്ന 40-50% ഓഫ് കാര്യങ്ങളും ഹാബിറ്റാണ്. ഹാബിറ്റ്സ് ആർ നോട്ട് ടാസ്ക്, ഹാബിറ്റ്സ് ആർ യുവർ ഐഡൻറ്റിറ്റി. യു ഡോണ്ട് ജസ്റ്റ് ഡു ഹാബിറ്റ്, യു ബിക്കം എ ന്യൂ പേഴ്സൺ ത്രൂ ഇറ്റ്. നമ്മൾ ചെയ്യുന്ന ഹാബിറ്റുകളാണ് നമ്മുടെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത്. ഈ ഡെസ്റ്റിനിയാണ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ആൻഡ് യുവർ പാറ്റേൺ. ഇതാണ് നമ്മളൊരു ഗുഡ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ നമ്മെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹാബിറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹാബിറ്റ് എന്നും പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി വളരെ കുറഞ്ഞ എഫേർട്ട് മാത്രം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹാബിറ്റ്. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഹാബിറ്റുകളെയും ഒരു ബുക്ക് എടുത്ത് അതിൽ എഴുതുകയാണ് ആദ്യത്തെ പടി. അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളിലുള്ള എല്ലാ ഹാബിറ്റിനെയും നിങ്ങൾ 1 by 1 ആയിട്ട് എഴുതുക. അതിനുശേഷം അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഗുഡ് ഹാബിറ്റ് ആൻഡ് ബാഡ് ഹാബിറ്റ്. താങ്ക് യു ഡിയേഴ്സ്.